ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കോർപ്പറേഷൻ്റെ പാർക്കിംഗ് ഏരിയ കൂടാതെ പ്രൈവറ്റിൽ തുടങ്ങുമ്പോഴും നമുക്കിത് ഇങ്ങനെ നമുക്ക് ഈ സോഫ്റ്റ്വെയർ വഴി നമുക്ക് ബുക്ക് ചെയ്യാനും അവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാനും ഒക്കെ കഴിയും. പക്ഷെ അതിലുപരിയായി ഇതൊരു പാർക്കിംഗ് പണമൊന്നും പാർക്കിങ്ങിന് ഈടാക്കിയില്ലെങ്കിലും അത് കോർപ്പറേഷനാണ് തീരുമാനിക്കുന്നത്. പണമൊന്നും പാർക്കിങ്ങിന് ഈടാക്കിയില്ല. ഇത് ഈ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് പണം ഈടാക്കാമെന്നാണ്. അപ്പം ഈടാക്കിയില്ലെങ്കിൽ പോലും റോങ് പാർക്കിങ്ങിന് ഫൈൻ അടിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഫുട്പാത്തിലേക്ക് ഒരു വണ്ടി കയറ്റിയിടുന്നു എന്നുള്ളതായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അത് തടയണം എന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കർശനമായ നിർദ്ദേശം ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. പക്ഷെ പല മാധ്യമങ്ങളും ആ ഉത്തരവ് വന്നത് എന്തോ ക്രൂരമായൊരു നടപടി സ്വീകരിച്ചു എന്നുള്ള അങ്ങനെയല്ല. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം ഓൺലൈനിലൂടെ നമ്മൾ ക്ഷണിച്ചു. പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ഹാജരാകാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നേരിട്ട് ഓൺലൈനിലൂടെ ഹാജരായപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചു ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഈ പാർക്കിങ്ങിനെ കുറിച്ച് ഫുട്പാത്തിൽ കയറി പാർക്ക് ചെയ്യുക, റോങ് ആയിട്ട് പാർക്ക് ചെയ്യുക, വണ്ടി റോഡിലേക്ക് ഇറക്കിയിടുക. ഈ ഒരു വണ്ടി റോഡിലേക്ക് ഇറങ്ങി കിടക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ പറയാൻ ഒരു വണ്ടി റോങ് ആയിട്ട് റോഡിലേക്ക് ഇറങ്ങി കിടന്നാൽ അതിലൊന്ന് മറ്റു വണ്ടി ഓടിച്ചു വരുന്ന സ്ട്രെയിറ്റ് ആയിട്ട് വണ്ടി ഓടിച്ചു വരുന്ന ആൾ സ്വാഭാവികമായി നിങ്ങളെല്ലാം വണ്ടി ഓടിക്കുന്നവരാണ്. ഒരു 1.5 മീറ്റർ അല്ലെങ്കിൽ 1 മീറ്ററിലധികമെങ്കിലും ആ വണ്ടിയിൽ നിന്ന് മാറിയേ നമ്മൾ പോകുള്ളൂ. മാറി പോകുമ്പോൾ എതിരെ വരുന്ന മിക്കവാറും സിംഗിൾ 2 ലൈൻ ട്രാഫിക്കാണ്. ഫ്രണ്ടിൽ വരുന്ന വണ്ടി ഒന്നുകിൽ ബ്ലോക്ക് ആവും അല്ലെങ്കിൽ തട്ടാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ഈ കോർപ്പറേഷനിൽ തന്നെ എല്ലാ സ്ഥലത്തും മാർക്കിംഗ് ഉണ്ടാക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കും.